ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയതിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകട്ടെ ഇപ്പോൾ നിലവിൽ പ്രീമിയർ ലീഗിൽ വമ്പൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിലവിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം ഉറപ്പിച്ച ടീമാകട്ടെ മികച്ച പെർഫോമൻസാണ് നിലവിലുള്ള ഇൻട്രീം കോച്ചായ മൈക്കിൾ കാരിക്കിന് കീഴിൽ പുറത്തെടുക്കുന്നത്. നിലവിലാകട്ടെ ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റൂബൻ അമോറിം എന്ന സൂപ്പർ കോച്ചിനെ സ്പോർട്ടിംഗ് ക്ലബ്ബിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തട്ടത്തിലെത്തിച്ചത്. തുടക്കത്തിൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായെങ്കിൽ പോലും തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ഈ ജനുവരിയോടുകൂടി റൂബൻ അമോറിം എന്ന കോച്ചിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്താക്കിയിരുന്നു. അതിനുശേഷം വമ്പൻ പേരുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അടുത്ത സീസണിൽ മാത്രം പരിഗണിച്ചാൽ മതിയെന്ന തീരുമാനമായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തത്. അതിന് പകരമായി നിലവിൽ ടീമിലുണ്ടായിരുന്ന മൈക്കിൾ കാരിക്ക് എന്ന അസിസ്റ്റന്റ് കോച്ചിനെ ഹെഡ് കോച്ചായി 6 മാസത്തെ കാലയളവിൽ ഇൻ്ററിം കോച്ചായി നിയമിക്കപ്പെട്ടു. ശേഷമുള്ള 16 മത്സരങ്ങളിൽ 11 വിജയങ്ങളായി മികച്ച പെർഫോമൻസാണ് മൈക്കിൾ കാരിക്കിന് കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തെടുത്തത്. കേവലം 2 തോൽവികൾ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ വഴങ്ങിയത്. നിലവിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കം നിറസാന്നിധ്യമാവാൻ പോകുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മൈക്കിൾ കാരിക്ക് തന്നെ നയിച്ചാൽ മതി എന്നുള്ള തീരുമാനമാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുത്തിട്ടുള്ളത്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കരാർ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. വെറും 6 മാസത്തെ കരാർ മാത്രമായിരുന്നു താരം ഒപ്പിട്ടുണ്ടായിരുന്നത്. നിലവിലാകട്ടെ താരത്തിന് 2 വർഷത്തേക്ക് കൂടുതലുള്ള കരാർ നിലവിൽ നൽകാൻ പോകുന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ ഈ കാര്യം ഒഫീഷ്യലായിട്ടില്ല എങ്കിൽ പോലും ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിലെ കുതിപ്പ് അടുത്ത വർഷവും തുടരാൻ വേണ്ടി മൈക്കിൾ കാരിക്ക് എന്ന സൂപ്പർ കോച്ചിനെ നിലവിൽ നിലനിർത്തുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ കണ്ടറിയണം ഈ താരത്തെ നിലനിർത്തി അടുത്ത വർഷം ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് അടക്കമുള്ള കിരീടങ്ങൾ നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാകുമോ എന്ന്. അപ്പോൾ അടുത്ത 2 വർഷത്തേക്ക് കൂടി മൈക്കിൾ കാരിക്ക് നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹെഡ് കോച്ച് പദവിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ കണ്ടിനറിയാം എന്തായിരിക്കും നടക്കുക എന്ന്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോകുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.